PV അൻവറുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രഹസ്യ കൂടിക്കാഴ്ചയിൽ വെട്ടിലായി UDF നേതൃത്വം. രഹസ്യ കൂടിക്കാഴ്ച പരസ്യമായതോടെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ സതീശൻ രാഹുൽ ചെയ്തത് തെറ്റെന്ന് സതീശൻ. രാഹുലിനോട് വിശദീകരണം ചോദിക്കുമെന്ന് സണ്ണി ജോസഫും വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുംപിടുത്തങ്ങൾ അൻവർ വിഷയത്തിൽ തിരിച്ചടിയായി മാറി. അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ അനുനയ നീക്കത്തിനാണ് രഹസ്യമായി തന്റെ വിശ്വസൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അൻവറിന്റെ വീട്ടിലേക്ക് അയച്ചത്. പക്ഷേ അൻവർ സതീശന്റെ സന്ധി നീക്കത്തിന് വഴങ്ങിയില്ല. മാത്രമല്ല, കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചെയ്തു. ഇതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞ് VD സതീശന് മുഖം രക്ഷിക്കേണ്ടി വന്നത്. UDF നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ്. കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിഷയത്തിൽ രാഹുലിനോട് വിശദീകരണം ചോദിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കി. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു. ഞങ്ങൾ ആലോചിക്കേണ്ട കാര്യം. പകൽ വെളിച്ചത്തിൽ അൻവറിനെതിരെ നിലപാടെടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാത്രിയിൽ രഹസ്യ ചർച്ച നടത്തിയത് സോഷ്യൽ മീഡിയയിൽ പരന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖം മൂടിയും അഴിഞ്ഞു വീണു. അപ്പോൾ ഈ വിഷയത്തിനകത്തും എന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടുന്ന പദവിയിലിരിക്കുന്ന ഒരാളല്ല ഞാൻ. പാർട്ടിയോ മുന്നണിയോ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദൗത്യം ഏൽപ്പിക്കേണ്ടുന്ന ആളൊന്നുമല്ല ഞാൻ. ഇതിലെ ട്രാക്ക് മാറരുത്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി. അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത്. അത് നല്ലതല്ല. അതുകൊണ്ട് വ്യക്തിപരമായി. നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.